ഹലോ ചങ്കളെ, ഇന്ന് നമ്മുടെ യാത്ര ഒരു ഡിഫറെൻറ്റ് സ്പോട്ടിലോട്ടാണ്. ഈ ഒരു സ്പോട്ട് നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു സ്പോട്ടാണ്. എന്തായാലും നമ്മൾ ദുബായിൽ നിന്ന് യാത്ര തുടങ്ങി ഏകദേശം ഷാർജയുടെ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. സമയം ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. സൂര്യനൊക്കെ അസ്തമിക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്ര ചെയ്തിട്ട് നമ്മുടെ സ്പോട്ടിൻ്റെ മീറ്റിംഗ് പോയിന്റിലാണ് എത്തിയിട്ടുള്ളത്. ഈ മീറ്റിംഗ് പോയിന്റ് കണ്ടപ്പോൾ ഏകദേശം എല്ലാവർക്കും പിടികിട്ടി കാണും. നമ്മളിന്ന് ഡെസേർട്ട് സഫാരി സ്പോട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഓർഗനൈസിങ് ടീം, അതായത് ടൂറിസ്റ്റ് ഓർഗനൈസിങ് ടീമിൻ്റെ ഒരുപാട് വെഹിക്കിൾ വെയിറ്റിങ്ങിലാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഡെസേർട്ട് സഫാരി സ്പോട്ടിലോട്ട്, അതായത് ഡൂൺ ബാഷിങ്, കോട്ട് ബൈക്ക് റൈഡ്, ബഗ്ഗി റൈഡ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു ഐറ്റംസ് ഒന്നും ഇപ്രാവശ്യം ട്രൈ ചെയ്യുന്നില്ല. ഈ ഒരു മീറ്റിംഗ് പോയിന്റിൽ നിന്നും ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ക്യാമ്പിലോട്ടാണ്. അതായത് ഡെസേർട്ട് ക്യാമ്പുണ്ട്, അതാണ് ഇന്ന് നമ്മുടെ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം. അത് ക്യാമ്പ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടെയാണ് ഈ ഒരു യാത്ര നമ്മൾ ചെയ്തു വന്നിട്ടുള്ളത്. എന്തായാലും നമ്മുടെ മീറ്റിംഗ് പോയിന്റിലോട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ യാത്ര തുടരാണ്. നമ്മുടെ ക്യാമ്പിലോട്ട് എത്താൻ ഏകദേശം ഒരു 10 മിനിറ്റോളം ഉണ്ട്. എന്തായാലും ഈ ആടി ഒലഞ്ഞ് ഈ ഒരു വണ്ടിയിൽ നമ്മുടെ ഡെസേർട്ടിലൂടെ ആ ഒരു ക്യാമ്പിലോട്ട് യാത്ര ചെയ്യാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്യാമ്പിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്യാമ്പിൻ്റെ എൻട്രൻസിൽ നല്ല ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമ്പിൻ്റെ എൻട്രൻസിൽ തന്നെ നമ്മളെ വരവേൽക്കുന്നത് പലതരം ഷോപ്സുകളാണ്. പെർഫ്യൂംസ്, ജ്വല്ലറീസ്, സ്പൈസസ്, ഡേറ്റ്സുകൾ, പിന്നെ കഴിക്കാൻ പറ്റിയ കുറച്ച് ഫുഡ് ഐറ്റംസുകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള ഷോപ്സുകൾ ഈ ഒരു ക്യാമ്പിൻ്റെ എൻട്രൻസിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഷോപ്സുകൾക്ക് കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ സീറ്റിംഗ് ഏരിയ. ഇവിടെ ഒരുപാട് പ്രോഗ്രാംസുകൾ നടക്കാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ ഒരു മിഡിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. ഈ ഒരു ഓപ്പൺ സ്റ്റേജിൻ്റെ സറൗണ്ടിങ്ങിലാണ് നമ്മുടെ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സീറ്റിങ്ങിൽ 2 തരത്തിലുള്ള സീറ്റിംഗ് ഉണ്ട്. ഒന്ന് VIP ഏരിയ ആണ്, മറ്റൊന്ന് സ്റ്റാൻഡേർഡ് ഏരിയ. 2 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലും വ്യത്യാസമുണ്ട്. പിന്നെ അതിൻ്റെ പ്രൈസിങ്ങിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം തുടങ്ങാൻ പോവുകയാണ്. അതായത് 6:30 മുതലാണ് ഇവിടുത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റാണ് ഊദ് പ്ലെയർ. അത് വെച്ചിട്ടാണ് ഇവിടുത്തെ മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത ശേഷം പിന്നെ നമ്മുടെ VIP ഗസ്റ്റിനും സ്റ്റാൻഡേർഡ് ഗസ്റ്റിനുമുള്ള നല്ല കിടിലൻ സ്റ്റാർട്ടേഴ്സ് ലഭിക്കും. പിന്നെ നമ്മുടെ പരിപാടിയിൽ മെയിൻ ഒരു ഐറ്റം സൂഫി ഡാൻസ് ആണ്. സൂഫി ഡാൻസ് ഞാൻ ആദ്യമായിട്ടാണ് ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഡയറക്റ്റായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു സൂഫി ഡാൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സൂഫി ഡാൻസ് കഴിഞ്ഞിട്ട് മറ്റൊരു ഐറ്റം വരുന്നത് ഖലീജി ഡാൻസ് ആണ്. ഖലീജി ഡാൻസ് ഗൾഫ് കൺട്രീസിൻ്റെ ട്രഡീഷനൊക്കെ വിളിച്ചു നോക്കുന്ന ഒരു തരത്തിലുള്ള ഒരുപാട് കളർഫുൾ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടുള്ള ഒരു പ്രത്യേകതരം ഡാൻസാണ്. ഏകദേശം ഒരു 8 മണിയോടെയാണ് മൈക്ക ഡാൻസർ അവരുടെ പെർഫോമൻസ് ചെയ്യുന്നത്. ഈ ഒരു ഡാൻസിലും ട്രഡീഷണൽ ഡാൻസ് എലമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകതരം ഡാൻസാണ് മൈക്ക ഡാൻസ്. ഇവിടുത്തെ ഡിന്നർ അറേഞ്ച്മെൻറ്റ് വരുന്നത് 8 മണിക്കാണ്. ഡിന്നറൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള ഡാൻസുകളും ഇവിടെ അരങ്ങേറുന്നുണ്ട്. അവയിലൊന്ന് ദബ്ക ഡാൻസാണ്. പിന്നെ സിലാവി പെർഫോമൻസ് ഉണ്ട്. അതും ഒരു തരത്തിലുള്ള ഡാൻസ് പെർഫോമൻസ് ആണ്. അത് കഥയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ഡാൻസാണ്. ഈ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ ശേഷം പിന്നീട് ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നു. ബെല്ലി ഡാൻസും ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ഡയറക്റ്റായിട്ട്.
പിന്നീട് കാണികൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് ഇവിടെ. അതാണ് ഫയർ ഷോ. ഈ ഒരു പെർഫോമൻസിൻ്റെ എല്ലാ പെർഫോമൻസും കഴിഞ്ഞ് നമ്മുടെ പരിപാടിയുടെ ലാസ്റ്റാണ് നടക്കുന്നത്. ഒരുപാട് പേർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഫയർ ഷോ. എന്തായാലും ഇവിടുത്തെ പെർഫോമൻസുകളൊക്കെ കണ്ടു. പിന്നെ ഫയർ ഷോ അത് നല്ല കിടിലൻ ഐറ്റമായിരുന്നു. ഫയറും മ്യൂസിക്കും എല്ലാം കൂടിയായിട്ട് കാണികൾക്ക് ഒരുപാട് കണ്ണിന് ഇമ്പമേകുന്ന രീതിയിലുള്ള കിടിലൻ പെർഫോമൻസ് ആയിരുന്നു അത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡെസേർട്ട് സഫാരി അതിലെ ഡെസേർട്ട് ക്യാമ്പിംഗ് അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ മ്യൂസിക്കും ഡാൻസും പിന്നീട് ഫയർ ഷോസും എല്ലാം കൂടി ഒരു നല്ലൊരു മെമ്മറബിൾ മൊമെൻ്റ്, ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ദുബായിൽ വരുമ്പോൾ ഈ ഒരു സംഭവം ചാൻസ് കിട്ടുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാം. ഒരുപാട് ടൂറിസ്റ്റ് കമ്പനീസ് ഈ ഒരു സഫാരി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പായിട്ട് നമുക്ക് പോകാം, അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് ഈ ഒരു സ്പോട്ടിലോട്ട് വരാം. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ഫ്രം മിസ്റ്റർ യു. താങ്ക് യു.